ഇപ്പോൾ ജോർജ് ജോസഫ് കൂടി ചേരുന്നു. അതായത് ഈ തമിഴ്നാട്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വ്യവസായങ്ങൾ അടക്കമുള്ള കൃഷി അടക്കമുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള വരുമാനം വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വലിയ വ്യവസായങ്ങളില്ല, വലിയ തോതിൽ കൃഷിയില്ല, അങ്ങനെയുള്ള കുറേയധികം പരിമിതികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ പരിഗണിക്കേണ്ടതല്ലേ? വലിയ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ കേരളം പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലിയും മാനദണ്ഡങ്ങളും ഒക്കെ ഉള്ള സംസ്ഥാനത്തെയും ജനസംഖ്യയിൽ കുറവുള്ള ഒരു സംസ്ഥാനമെന്ന നിലയ്ക്കും ആ രീതിയിൽ ഒരു പരിഗണന കേരളത്തിന് ലഭിക്കേണ്ടതല്ലേ? ജോർജ് ജോസഫ് വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അതിൻ്റെതായ തനത് പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലുമുള്ള വ്യത്യസ്തതകൾ നമുക്കുണ്ട്. ഇവിടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് അർഹമായ വിഹിതം കുറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ജനസംഖ്യന്റെ കണക്കെടുക്കുന്നു. നേരത്തെ 14ാം ധനകാര്യ കമ്മീഷൻ വരെ കണക്കാക്കിയിരുന്നത് 1971 ജനസംഖ്യയാണ്. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടം മുതൽ 2011 ജനസംഖ്യയാണ് കണക്കിലെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1970കളിൽ നടപ്പാക്കിയ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഫലപ്രദമായി നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ജനസംഖ്യയുടെ വളർച്ച കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു വലിയ നേട്ടമായിട്ട് കേരളം എടുക്കുകയാണ്. പക്ഷെ അത് ഫലത്തിൽ ഇത്തരം വിഹിതങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യം വരുമ്പോൾ അത് പരിഗണിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് കേരളം ഇക്കാര്യത്തിൽ പുറകോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. ഇത് ഒരു സിമ്പിൾ ആയിട്ടൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ, ഒരാൾ ഓട്ട മത്സരത്തിൽ ദേശീയ റെക്കോർഡ് കൈവരിക്കുന്നു എന്ന് കരുതുക. ഒരു വിദ്യാർത്ഥി ആ ദേശീയ റെക്കോർഡ് കൈവരിക്കുന്ന വിദ്യാർത്ഥി അയാൾ ദേശീയ റെക്കോർഡ് കൈവരിച്ചു, വലിയ ഒരു നേട്ടത്തിലേക്ക് പോയി. പിന്നീട് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള കോച്ചിങ്ങോ ആവശ്യമില്ല. അയാൾ സ്വന്തം നിലയിൽ പിന്നെ ഓട്ടത്തിൽ എന്നും ചാമ്പ്യൻ ആയിക്കോളും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം പിന്നീടും അയാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും കോച്ചിങ്ങും പരിശീലനവും എല്ലാം വേണം. പക്ഷെ അതിൽ നിന്ന് മാറി മുന്നോട്ട് പോയൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു വശത്ത് പോവുകയാണ്. ഇപ്പോ ജനസംഖ്യയുടെ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. രണ്ടാമത് പ്രതിശീർഷ വരുമാനത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ അതിന് 45% വെയിറ്റേജ് ഈ വെർട്ടിക്കൽ ഡെവല്യൂഷന്റെയും ഹൊറിസോണ്ടൽ ഡെവല്യൂഷന്റെയൊക്കെ കാര്യത്തിൽ വരുന്ന സമയത്ത് അവിടെയും കേരളത്തിന് തിരിച്ചടി ഏൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ വനഭൂമിയുടെ കാര്യത്തിൽ കേരളം സംരക്ഷിക്കുന്ന കാര്യത്തിലടക്കം അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇത്തരത്തിലുള്ള ധനകാര്യ കമ്മീഷന്റെ പങ്കുവയ്ക്കൽ അതിന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ സംസ്ഥാനത്തിന് തിരിച്ചടിയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പ്രത്യേകമായി എടുത്തു പരിഗണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോ ധനകാര്യ കമ്മീഷനുകൾ സ്വീകരിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് 10ാം ധനകാര്യ കമ്മീഷന് ശേഷമൊക്കെ കാണുന്നത്, ഒരു ഷർട്ട് തയ്ക്കുക, ഒരളവിൽ ഒരു ഷർട്ട് തയ്ക്കുക, ആ ഷർട്ട് എല്ലാവരും ഇടുക, അങ്ങനെ സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ ഈ ധനകാര്യ കമ്മീഷന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് പോലും വലിയൊരു പുനർവിചിന്തനം ആവശ്യമാണ്. കുറെ പാറ്റേണുകൾ സൃഷ്ടിച്ച് കുറെ ക്രൈറ്റീരിയ സൃഷ്ടിച്ച് ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സാമ്പത്തികമായിട്ട് റെവല്യൂഷന്റെ കാര്യം പോകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കേരളത്തിനാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ മുന്നോക്ക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അവയ്ക്ക് വലിയ സാധ്യതകളുണ്ട്. അതായത് തനത് നികുതി വരുമാനം ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ കേരളം പോലെ സംസ്ഥാനത്തിന് GST നടപ്പാക്കിയതിനു ശേഷം തനതായി നികുതി പിരിക്കുക, തനതായി അതിന്റെ നികുതി വരുമാനം ഉയർത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ബഡ്ജറ്റിലൂടെ നമുക്ക് ഒരു ഉൽപ്പന്നത്തിന്റെ നികുതി അല്പം വർദ്ധിപ്പിച്ച് ധനസമാഹരണം നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഇല്ല. അങ്ങനെ കൈകൾ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും, അതായത് ഭാവിയിൽ നമുക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്ന മേഖലയ്ക്ക് ഇപ്പോഴേ തന്നെ നമ്മൾ നിക്ഷേപിക്കേണ്ടതുണ്ട്. അതിന് പെട്ടെന്നൊരു വരുമാനം കിട്ടുന്ന ഒരു മേഖലകളല്ല നമ്മൾ അടിസ്ഥാന വികസനം, സൗകര്യ വികസനം, അതുപോലെ ഏതെങ്കിലും ഫാക്ടറികളോ ഏതെങ്കിലും വ്യവസായമോ തുടങ്ങുന്ന പോലെ 1-2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3-4 വർഷം കൊണ്ട് നേട്ടം ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ദീർഘകാലത്തേക്ക് സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. പെൻഷൻ വയോധികർക്കും രോഗികൾക്കും വികലാംഗർ അടക്കമുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്ന പോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. വില നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടി പൊതുവിപണിയിൽ ഇടപെടേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കേരളം പോലൊരു സംസ്ഥാനം അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ ഇടപെടലുകൾ, ഇതൊന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി അവർ സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ GST നടപ്പിലാക്കുന്നു. അതിനുശേഷം ഒരു വൺ കൺട്രി വൺ ഇലക്ഷൻ എന്ന മുദ്രാവാക്യം ഈ പാർലമെന്റ് സെഷനിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അതുപോലെ ഓരോ ഈ സംസ്ഥാനങ്ങളുടെ ആകെ ഒരു പൊതു സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന നിലപാടുകൾ അവർ സ്വീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളായി സംസ്ഥാനത്തിന്റെ എല്ലാ പദ്ധതികളെയും മാറ്റിയെടുക്കാൻ വേണ്ടി തുച്ഛമായ ഒരു തുക ഓരോ പദ്ധതിക്കും അനുവദിക്കുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പടം വെക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ പേരെഴുതി വെക്കണം. ഇപ്പോൾ ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഗ്രാന്റ് അടക്കം തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ധനകാര്യ കമ്മീഷന്റെ വരവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. അല്ല, അതായത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മള് കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന നികുതി എടുക്കുക. ഇപ്പൊ 2023-24 സാമ്പത്തിക വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 25,000 കോടി രൂപയാണ് കേരളീയർ ഇൻകം ടാക്സ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇനത്തിൽ മാത്രം. അതുപോലെ തന്നെ ഒട്ടേറെ കേന്ദ്ര നികുതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ വലിയ തോതിലുള്ളൊരു 70,000 കോടി രൂപയ്ക്ക് 80,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള തുക ഓരോ വർഷവും സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ തുക അപ്പാടെ ഈ നേരത്തെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നോക്ക സംസ്ഥാനങ്ങളെ തീർച്ചയായിട്ടും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ മുന്നേറിയ സംസ്ഥാനങ്ങളെ അതിന്റെ പേരിൽ നെഗ്ലക്ട് ചെയ്യുക, അതിന്റെ പേരിൽ അവർക്കുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ വലിയ പ്രതിസന്ധി അത് സൃഷ്ടിക്കും. കാരണം വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേരളം പോലൊരു സംസ്ഥാനത്തിന് കഴിയില്ല. ഇപ്പോ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കഴിഞ്ഞ ഒരു 5, 8, 10 അല്ലെങ്കിൽ 15 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ കേരളത്തിലെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. അവിടെയെല്ലാം ഇപ്പൊ ഉദാഹരണത്തിന് തനതായി ഇപ്പൊ ദേശീയപാത വികസനം, കേരളം അതിന് തനതായി പണം കണ്ടെത്തിക്കൊള്ളണം. ഇവിടെ നിങ്ങൾ ഭൂമി വില കൂടുതലാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, വിഴിഞ്ഞത്തിന് 5 പൈസയുടെ മുടക്ക തയ്യാറാവില്ലെന്നാണ് പറയുന്നത് ഈ മുഴുവൻ പദ്ധതി. പക്ഷെ കേന്ദ്ര തുറമുഖം, കേന്ദ്രത്തിന്റെ പദ്ധതി, കേന്ദ്രമാണ് വിഴിഞ്ഞം പണിയുന്നത് എന്നുള്ളൊരു പ്രതീതി ജനിക്കുകയാണ്. അതിന്റെ മുഴുവൻ സംഖ്യയും 817 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും വായ്പയായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ടോ വേറെ സഹായമായിട്ട് തരാൻ പറ്റില്ല. തീർച്ചയായിട്ടും തിരികെ എത്താം.